എന്ന് ഞാൻ ചോദിച്ചു, ഇദ്ദേഹം ഇമ്മാനുവൽ ഇടവേലെ അംഗമാണോ? ആന്നു. അപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് നോട്ടീസ് അടിച്ച് നടക്കുന്നെങ്കിൽ വികാരി അച്ഛൻ അറിയണം. അപ്പോൾ ഞാൻ ഒരു ചലഞ്ചായിട്ട് അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, സംഘർഷം നിറഞ്ഞ ഒരു സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ നമുക്ക് ഒന്നും അങ്ങോട്ട് ചെയ്യാനൊക്കാത്ത ഒരു പരിസ്ഥിതിയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രാർത്ഥനയോഗം, അത് വഴിക്കടവ് ബഥേൽ പ്രാർത്ഥനാലയം പണിയാനായിട്ട് അവരൊക്കെ തീരുമാനിച്ചു. ഒരു പ്രാർത്ഥന ഇത് അതിനുവേണ്ടി 10-20 സെൻറ്റ് സ്ഥലം അവിടുത്തെ ഒരാൾ കൊടുത്തത് വാങ്ങി അവിടെയും ഇതുപോലെ ഒരു പള്ളി പണിയാനായിട്ടുള്ള ക്രമീകരണമൊക്കെ ചെയ്തിരിക്കുന്ന സമയം. അപ്പോൾ ഈ പള്ളിക്ക് സ്ഥലം തന്ന ആൾ ഈ പള്ളിയിലെ വികാരിയോ ആരെയും അറിയിക്കാതെ അവരുടെ വീട്ടിൽ വെച്ച് പെന്തക്കോസ്തുകാരുടെ ഒരു കൺവെൻഷൻ നടക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഈ ആളുകൾ വന്ന് പറഞ്ഞു, വെച്ചാൽ നമ്മുടെ ഒരു വീട്ടിൽ ഇങ്ങനെ പെന്തക്കോസ് കൺവെൻഷൻ. അപ്പം ഞാൻ അന്നത്തെ ആ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു, ഞാനോട് വരാം. ഞാൻ ആ വീട്ടിൽ കൺവെൻഷൻ നടക്കുന്ന വീട്ടിൽ ചെന്നപ്പോൾ വലിയ മൈക്കൊക്കെ വെച്ച് ഇങ്ങനെ പാട്ടുമൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയമായി ഇങ്ങനെ ക്രിക്കറ്റൊക്കെ. ചെന്ന് ഞാൻ ചോദിച്ചു, ഇദ്ദേഹം ഇമ്മാനുവൽ ഇടവേലെ അംഗമാണോ? ആന്നു. അപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് നോട്ടീസ് അടിച്ച് നടക്കുന്നെങ്കിൽ വികാരി അച്ഛൻ അറിയണം. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന മീറ്റിംഗ് നടത്തുന്നത് ഞാനായിരിക്കും. പുള്ളി അങ്ങ് സ്തംഭിച്ചു പോയി, ഒന്നും മറുപടി പറയാനൊക്കാതെ. അപ്പോൾ ഈ അവിടെ നടത്താൻ വന്ന പാസ്റ്റർമാരൊക്കെ എന്നെ കണ്ടപ്പം അകത്തോട്ട് കയറാതെ ഇങ്ങനെ മാറി നടന്നു. ഒടുവിൽ ഞാനൊരു 8-8:15 ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ കൂടെ വന്ന ചില ആളുകളുണ്ട്, അവരെല്ലാം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തെ കൊണ്ട് ഈ പാസ്റ്റർമാർ രാജിവെപ്പിക്കുക മാത്രമല്ല, പിറ്റേ ആഴ്ച തൊട്ട് അവരുടെ അവിടെ ആരാധന തുടങ്ങി. അപ്പോൾ അത് നമുക്ക് വലിയൊരു, കാരണം 10-14 വീട്ടുകാരുള്ള ബാക്കി ഒരു കൂടി ആടി നിൽക്കുക അവരോട് പോകാൻ. അപ്പം ഞാൻ ഒരു ചലഞ്ചായിട്ട് അങ്ങെടുത്തു. ഞാൻ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രത്യേക ബൈബിൾ സ്റ്റഡിയും ഈ സ്നാനത്തെ പറ്റി ഉപദേശങ്ങളെ പറ്റിയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഏതായാലും ദൈവകൃപയിൽ അവരെല്ലാം നമ്മുടെ പള്ളി പണിയണമല്ലോ, അവിടെയും കാശില്ല. ഞാൻ അന്ന് ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് ഒരു തീരുമാനം എടുത്തു, എൻ്റെ പഴയ ഇടവയിലോട്ടൊന്ന് പോകാം. ഞാൻ ബൈക്കേൽ നിലമ്പൂന്ന് പാലക്കാട് വരെ ബൈക്കിൽ പോയി. ഒറ്റ ദിവസത്തെ കളക്ഷൻ ഏകദേശം ഒരു 50,000 രൂപയിലോ കിട്ടി. അത് കൊണ്ടുവന്ന് പള്ളിപ്പണി അങ്ങോട്ട് ആരംഭിച്ചു. ആൾപണി ആരംഭിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞൊരു SP ഉണ്ടല്ലോ, പുള്ളി അന്നേരം മലപ്പുറത്ത് SP-യാണ്. പുള്ളിയുടെ സപ്പോർട്ട് കിട്ടി. പള്ളിപ്പണി ഒരു സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് പൂർത്തീകരിച്ച് എൻ്റെ കൂദാശ നിർവഹിച്ച് ഇടക്കര പള്ളി 10 മണിക്കുള്ള ആരാധന, ഇവിടെ രാവിലെ 7:30 ആരാധന. അങ്ങനെ 7:30 അവിടെ വഴിക്കടവ് ബഥേൽ മാർത്തോമ ഇടവ ഉണ്ടാകാനായിട്ട് ഇടയായി.